ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 148 രാജ്യങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. ഈ 148 രാജ്യത്തേക്കും അങ്ങോട്ട് പറന്നതിന് ശേഷം ഞാൻ തിരിച്ചു പറക്കുന്ന രാജ്യമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്. കേരളം ടൂറിസം മേഖലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല, ലോകത്തെ മറ്റ് രാജ്യങ്ങളോടാണ്. ടൂറിസം ഏതൊക്കെയോ ചില പ്രത്യേക ആളുകൾക്ക്, വലിയ വ്യവസായികൾക്ക്, റിസോർട്ട് ഉടമകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയാണെന്ന് കരുതിയിരുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ധാരാളം കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടൂറിസത്തിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ച ഒരു തവണ പരസ്യപ്പെടുത്താതെ അല്ലാതെ ടെലിഫോണിലും നേരിട്ടും ഒക്കെയായി നിരവധി ചർച്ചകൾ നടന്നു. ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഡൽഹിയിൽ എത്തലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ വഴി മാറിപ്പോവില്ല, ഇടയ്ക്ക് വെച്ച് വഴി നമ്മൾ അവസാനിപ്പിക്കുകയില്ല. നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാവുക, കൃത്യമായൊരു സ്വപ്നമുണ്ടാവുക, ആ സ്വപ്നം മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞതായിരിക്കുക, അവിടെ എത്തിയേ തീരൂ എന്ന് ദൃഢനിശ്ചയം എടുത്തതിന് ശേഷം യാത്ര തുടങ്ങുക. അങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുക തന്നെ ചെയ്യും. എത്ര മാസം കഴിഞ്ഞാണേലും വർഷം കഴിഞ്ഞാണേലും അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കോവിഡ് രൂക്ഷമായിരുന്നു. തൊട്ട അയൽവാസിയെ കാണാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിൽ പോകാൻ, ഒരു പാർക്കിൽ പോകാൻ പോലും സാധിക്കാത്ത നിലയിലായിരുന്നു അന്ന് ലോകം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ സഞ്ചാരികളെക്കുറിച്ചോ ടൂറിസത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു സമയമാണ്. ടൂറിസം മേഖല ലോകത്താകെ വെന്റിലേറ്ററിലായ ഒരവസ്ഥയായിരുന്നു കോവിഡ് സമയത്ത്. ഞങ്ങൾ അന്താളിച്ച് കരയാനല്ല തയ്യാറായത്, ഭാവി എങ്ങനെയായിരിക്കണമെന്നുള്ളത് കേൾക്കാനുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന, മികവുറ്റ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ, ഗ്രൂപ്പുകളെ ഒക്കെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അതിൽ ഭാവി പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം നടത്തേണ്ട പ്രവർത്തനത്തിന് മികച്ച നിർദ്ദേശങ്ങൾ നൽകിയ നിരവധി പേരുണ്ട്. അവരുമൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ അത്തരം നിർദ്ദേശങ്ങൾ സർക്കാരിന് കിട്ടിയത്? അങ്ങനെ നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ നൽകി ഞങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജം നൽകിയ ആളുകളിൽ ഒരാൾ ഇപ്പോൾ എൻ്റെ തൊട്ട ഇടതുഭാഗത്ത് അടുത്തിരിക്കുന്നുണ്ട്. അത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹവുമായി വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾ അത് ചർച്ച ചെയ്യുകയുണ്ടായി. ഞങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ച ഒരു തവണ പരസ്യപ്പെടുത്താതെ അല്ലാതെ ടെലിഫോണിലും നേരിട്ടും ഒക്കെയായി നിരവധി ചർച്ചകൾ നടത്തി. ഒരുപാട് ക്രിയാത്മകമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഉദിച്ചു വന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലതും നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയെക്കുറിച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവേ കണ്ടത് മലബാറിൽ വളരെ കുറച്ച് സഞ്ചാരികളെ വരുന്നു എന്നുള്ളതാണ്. 6% സഞ്ചാരികൾ മാത്രമേ എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ വരുന്നുള്ളൂ. അതായത് ഒരു 1000 സഞ്ചാരികൾ കേരളത്തിന് പുറത്തുനിന്ന് വരികയാണെങ്കിൽ അതിൽ 60 പേർ മാത്രമാണ് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് കടന്നു വരുന്നുള്ളൂ. അനന്തമായ സാധ്യതകൾ ഉള്ളിടങ്ങളാണിത്. കേരളത്തിലെ മറ്റ് ജില്ലകളെ പോലെ തന്നെ അനന്തമായ സാധ്യതകളുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ ടൂറിസത്തിന് വലിയ കുതിപ്പുണ്ടാകും. ഇത് കണ്ടുകൊണ്ടാണ് മലബാറിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ നിശ്ചയിച്ചത്. അതിലൊന്ന് വയനാടായിരുന്നു. വയനാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാം.
നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തേക്ക് എത്തുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ വയനാട്ടിലുള്ളവർക്ക് കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂരിലെത്താനാകും. 2 സംസ്ഥാനവുമായും 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന വയനാടിൻ്റെ ടൂറിസത്തിൻ്റെ മാർക്കറ്റിംഗ് പ്രത്യേകം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ശ്രദ്ധിച്ചു. വയനാട് ടൂറിസത്തിന് നല്ല മാറ്റമുണ്ടായി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കാൻ ബേക്കലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ ഉൾപ്പെടെ വിവിധ ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചു. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റാണ് 2 ദിവസം മുമ്പ് അവസാനിച്ച ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഫെസ്റ്റിൽ പങ്കെടുത്തത്. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ നല്ല മാറ്റം മലബാർ ടൂറിസത്തിൻ്റെ കാര്യത്തിലുണ്ടായി. മൂന്നാർ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ ഫോറിൻ ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് വേണ്ടത്ര വരുന്നില്ല എന്നുള്ള ഒരു കണക്കാണ്, സാധ്യതക്കനുസരിച്ച് വരുന്നില്ല എന്നുള്ളൊരു കണക്കാണ് തുടക്കത്തിൽ ഞങ്ങൾക്കുണ്ടായത്. മൂന്നാറിൻ്റെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ വലിയ നിലയിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങളൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തെവിടെയും പോസ്റ്റ് കോവിഡ് ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല, ഇന്ത്യയിലും വർദ്ധിച്ചിട്ടില്ല, പഴയ നമ്പറിലെത്തിയിട്ടില്ല, കേരളത്തിലും പഴയ നമ്പറിലെത്തിയിട്ടില്ല. അപ്പോൾ കോവിഡിന് ശേഷം കൂടി വരുന്നുണ്ട്. എന്നാൽ മൂന്നാറിൽ സർവകാല റെക്കോർഡ് ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് 2024 ഉണ്ടായത് എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുമായി ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ പ്രധാനമായും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യം ചർച്ച ചെയ്തിരുന്നു. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ ഒരു കുതിച്ചു ചാട്ടമാണ് 2023-24 വർഷങ്ങളിലുണ്ടായത്. കേരളമുണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഈ വർഷങ്ങളിലുണ്ടായി. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വർധനവിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണവും വർദ്ധിക്കും. അത് ഭാവിയിൽ അത് വർദ്ധിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകും. ബീച്ച് ടൂറിസത്തെ കേരളത്തിൽ വികസിപ്പിക്കാൻ അഡ്വഞ്ചർ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തു പോകുന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുന്നുണ്ട്. മലയോര മേഖലയിൽ ടൂറിസത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ഹൈക്കിംഗ്, ട്രക്കിംഗ്, മറ്റ് അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. സഞ്ചാരികൾക്ക് വരുമ്പോൾ കേരളത്തെ ആസ്വദിക്കാനും കേരളത്തിൻ്റെതായ സിഗ്നേച്ചേഴ്സ് നൽകാനും ഒക്കെയുള്ള പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലായിടത്തും സർക്കാർ തന്നെ ഇതിൻ്റെ പ്രധാനികളാകാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായി മാറാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2023 ഡിസംബറിൽ സംഘടിപ്പിക്കുകയും ആ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്ന വർഷം 2025 ആയിരിക്കും എന്നുള്ളതും പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘകാലമായി ടൂറിസം മേഖലയിലുള്ളവരും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ മുന്നോട്ട് വെച്ച ഒരു പോളിസി, ഒരു ഡിസൈൻ പോളിസി വേണമെന്നുള്ള ആവശ്യം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി നയം അംഗീകരിച്ചത് നമ്മുടെ കേരളത്തിൽ ഇക്കഴിഞ്ഞ മാസമാണ് എന്നുള്ളതും ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് നടന്ന ശില്പശാല, ആ ശില്പശാലയിൽ വിവിധ മേഖലകളിൽ നിന്നും ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ വിദഗ്ധർ പങ്കെടുത്ത ശില്പശാല, ആ ശില്പശാല മുന്നോട്ട് വെച്ച കരട് ഡ്രാഫ്റ്റ് പിന്നീട് വിവിധ വകുപ്പുകൾ ചർച്ച ചെയ്ത് മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയാണുണ്ടായത്. പിന്നെ പുതിയ പോളിസി, പുതിയ പ്രൊഡക്റ്റുകളുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഹൗസ് ബോട്ടാണ് നമ്മുടെ അവസാന പ്രൊഡക്റ്റ് 2021 മുമ്പ്. അത് 1980കളിലാണെങ്കിൽ ചില പുതിയ പ്രൊഡക്റ്റുകൾ മുന്നോട്ട് വെച്ചു. ചിലത് മന്ത്രിസഭ തന്നെ അംഗീകരിച്ചു. ചിലത് പ്രൊഡക്റ്റുകൾ വന്നെങ്കിലും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരവൺ അതിലൊന്നാണ്, ഹെലി ടൂറിസം അതിൽ മറ്റൊന്നാണ്. ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യണം. 2025 കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സന്തോഷകരമായ വർഷമായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെയുള്ള അനുഭവ സമ്പന്നരായ മേഖലയിലുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ
മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഇനിയും തുടരും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഏറ്റവും കൂടുതൽ വെൽനസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നൊരു രാജ്യം ഏതാണ്? അതുപോലെ തന്നെ കേരളത്തിലെ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം? ലോകത്ത് തന്നെ ഏറ്റവും അധികം വെൽനസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട രാജ്യവും സാധ്യതയുള്ളൊരു രാജ്യവും അല്ലെ ഒരു പ്രദേശവും കേരളം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിസത്തിൽ കോവിഡ് കാലത്ത് പോലും, ലോക്ക്ഡൗൺ ആയിരുന്ന കാലത്ത് പോലും നമ്മളുടെ കേരളത്തിലെ പല റിസോർട്ടുകളും സജീവമായിരുന്നു. ചില റിസോർട്ടുകളെങ്കിലും ആ സമയത്തും ഫുള്ളായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരറിവായിരിക്കാം. അത് ഇത്തരം വെൽനസ് ടൂറിസത്തിൻ്റെ ഭാഗമായി ആയുർവേദ ടൂറിസം പ്രോജക്റ്റുകളുണ്ടായിരുന്ന ചില റിസോർട്ടുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ ചൊവ്വര മറ്റ് പ്രദേശങ്ങളിലൊക്കെ. ശ്രീലങ്ക ഈ വെൽനസ് ടൂറിസം നമ്മുടെ ആയുർവേദത്തെ ഏതാണ്ടൊക്കെ ഒന്ന് ഹൈജാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു നാടാണ്. ആയുർവേദത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ് അവരെന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. റഷ്യയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വെൽനസ് ടൂറിസത്തിൻ്റെ ഒരു നാടായിട്ട് കേരളത്തെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അത് കേരളത്തിലെ റിസോർട്ടുകൾ, നമ്മുടെ ഹോട്ടലുകൾ ഒക്കെ ആ വെൽനസ് ടൂറിസത്തെ വേണ്ട രീതിയിൽ ഇനിയും കുറേ കൂടി ഉപയോഗപ്പെടുത്താനുണ്ട്, പ്രയോജനപ്പെടുത്താനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ ടൂറിസത്തിനോടുള്ള സമീപനവും മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ രാജ്യങ്ങൾ ടൂറിസത്തിനോട് കാണിക്കുന്ന സമീപനവും എങ്ങനെയാണ് സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത് വളരെ സീരിയസ് ആയിട്ട് മറ്റ് രാജ്യങ്ങൾ ടൂറിസത്തിനെ സമീപിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ സർക്കാരെന്നുള്ളല്ല, ജനങ്ങൾ ടൂറിസത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് രണ്ടും സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം കൂടി അതിൽ കൂട്ടിച്ചേർത്ത് കേരളം പറയുന്നതാണ് നന്നാവുക. അത് ശരിയാണ് സാർ. പക്ഷെ നിങ്ങളെ തെറ്റു പറയില്ല. കാരണം കേരളം ടൂറിസം മേഖലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല, ലോകത്തെ മറ്റ് രാജ്യങ്ങളോടാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യത്തെ പെശകില്ല. അതുകൊണ്ടാണല്ലോ സാറേ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ലോകം മൊത്തം അറിയപ്പെടുകയും ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം? കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പുതിയ തലമുറ പ്രത്യേകിച്ച് ടൂറിസം വലിയൊരു സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ടൂറിസം ഏതൊക്കെയോ ചില പ്രത്യേക ആളുകൾക്ക്, വലിയ വ്യവസായികൾക്ക്, റിസോർട്ട് ഉടമകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയാണെന്ന് കരുതിയിരുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ധാരാളം കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടൂറിസത്തിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ടൂറിസത്തിനെക്കുറിച്ച് പഠിക്കാൻ, ടൂർ ഓപ്പറേറ്റേഴ്സ് ആവാൻ ഒക്കെ. കാരണം ടൂറിസത്തിൽ നിരവധി മേഖലകളുണ്ട്. അതിനകത്ത് ഒരു ടാക്സി സർവീസ് നടത്തുന്നത് മുതൽ ലോണ്ടറി സർവീസ് നടത്തുന്നത് മുതൽ നിരവധി മേഖലകളിൽ തൊഴിൽ സാധ്യതകളുള്ളതാണ്. അല്ലാതെ ഒരു റിസോർട്ട് നടത്തലോ ഒരു ഹോട്ടൽ നടത്തലോ മാത്രമല്ല ടൂറിസത്തിൻ്റെ സാധ്യത. അനവധി മേഖലകളുണ്ട്. എന്തിനേറെ ഈ ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും ആവശ്യമുള്ള സേവനങ്ങളും പ്രോഡക്റ്റുകളും എത്തിച്ചു കൊടുക്കുന്നവർ മുതൽ, ബസ് സർവീസ് നടത്തുന്നവർ മുതൽ, ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ റെഡിയാക്കുന്നവർ മുതൽ, IT പ്രൊഫഷണലുകൾ വരെ ഉള്ള ആളുകൾക്ക് സാധ്യത നൽകുന്ന ഒരു മേഖലയാണ് ടൂറിസം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയുടെ സാധ്യത കേരളത്തിലെ ഏറ്റവും ഭാവിക്ക് അനുയോജ്യമായ വ്യവസായമായിട്ടാണ് നമ്മളതിനെ രൂപപ്പെടുത്താൻ അടിസ്ഥാനപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം, കേരളീയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ കേരളത്തിൻ്റെ ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറെടുക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ നമസ്കാരം, ഞാൻ സുധീർ ചടയമംഗലം, ഡോൺബറി ക്രിയേഷൻസ് ആൻഡ് കൺസൾട്ടൻ്റ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. സാർ, സന്തോഷ് സാറിനോടാണ് എൻ്റെ ചോദ്യം. ഒരിക്കലും പറ്റാത്ത യാത്രാദാഹവുമായി ലോകം മുഴുവനും പാറി പറക്കുന്ന ഒരു മലയാളിയാണ് താങ്കൾ. ലോകത്തിൽ മാത്രമല്ല, സ്പേസിൽ പോലും പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളിയുമാണ്. അപ്പോൾ താങ്കൾ എല്ലാ സ്ഥലത്തും, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. എന്നും എത്ര കണ്ടാലും മതി വരാത്ത, എത്ര പ്രാവശ്യം പോയിരുന്നാലും താങ്കൾക്ക് ബോറടിക്കാത്ത ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഏതാണ്? ഒരു ചോദ്യം. രണ്ടാമത്തതെന്ന് പറയുന്നത്, താങ്കൾക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നില്ല. താങ്കളുടെ വിദൂര സ്വപ്നങ്ങളിലെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ അത് ഏതൊരു സ്ഥലത്തായിരിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 148 രാജ്യങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. ഈ 148 രാജ്യത്തേക്കും അങ്ങോട്ട് പറന്നതിന് ശേഷം ഞാൻ തിരിച്ചു പറക്കുന്ന രാജ്യമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്. അതുകൊണ്ടാണല്ലോ
നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പറക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ സാധ്യതയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം എങ്ങനെ ജീവിക്കണം എന്ന്, റിട്ടയർമെൻറ്റ് എന്നത് ഞാൻ പറഞ്ഞല്ലോ പണിയെടുക്കാതിരിക്കലും നല്ല അർത്ഥത്തിലല്ല. ഈ ജോലിക്ക് ശേഷം മറ്റൊരു ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആളുകളെ അറിവ് നൽകുന്ന, എൻ്റർടൈൻ ചെയ്യുന്ന, ഈ ലോകത്തെക്കുറിച്ച് വീക്ഷണം നൽകുന്ന, ലോകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും കാഴ്ചകൾ കാണിക്കാനും, ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ആ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ടൂറിസവും ട്രാവലും എൻ്റെ ജീവിതത്തിൻ്റെ, രക്തത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. താങ്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. സോ ഞാൻ ഉൾപ്പെടുന്ന പുതുതലമുറക്ക് ലൈക്ക് അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു വരുന്നതാണ്. റീൽസ് നിന്ന് 30 സെക്കൻഡ് നിന്ന് 15 സെക്കൻഡിലേക്കൊക്കെ വരുന്നതാണ്. ആ സമയത്താണ് താങ്കളുടെ എക്സ്പീരിയൻസ് സഞ്ചാരിയുടെ ആദ്യകാലത്താണെങ്കിലും സ്പേസ് പ്രൊജക്റ്റ് ആണെങ്കിലും ഹെറിറ്റേജ് വില്ല ആണെങ്കിലൊക്കെ അതൊക്കെ 10ഉം 15ഉം 20 സ്പേസ് പ്രോഗ്രാം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ദീർഘവീക്ഷണത്തോടെ കാണാൻ ഇന്നത്തെ തലമുറകൾക്ക്, ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിയുന്നതാക്കുമ്പോൾ തന്നെ നടക്കുമോ, അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവോ എന്നുള്ളൊരു ആശങ്കയാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ താങ്കൾക്ക് ഉണ്ടായിരുന്ന പ്രചോദനവും ഞാൻ ഉൾപ്പെടുന്നവർക്കുള്ള ഒരു ഉപദേശം എന്തായിരിക്കുന്നു? ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഡൽഹിയിൽ എത്തലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ വഴി മാറിപ്പോവില്ല. ഇടയ്ക്ക് വെച്ച് വഴി നമ്മൾ അവസാനിപ്പിക്കുകയില്ല. നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാവുക, കൃത്യമായൊരു സ്വപ്നമുണ്ടാവുക, ആ സ്വപ്നം മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞതായിരിക്കുക, അവിടെ എത്തിയേ തീരൂ എന്ന് ദൃഢനിശ്ചയം എടുത്തതിന് ശേഷം യാത്ര തുടങ്ങുക. അങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുക തന്നെ ചെയ്യും. എത്ര മാസം കഴിഞ്ഞാണേലും വർഷം കഴിഞ്ഞാണേലും അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. സർ, ഇന്ത്യൻ ടൂറിസത്തെ കുറിച്ച് രണ്ടുപേർക്കും ഉള്ള അഭിപ്രായം പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വരുന്ന, അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് തന്നെ ഒരു ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ബസ്സിനകത്ത് പോലും ഇംഗ്ലീഷിൽ നമ്മൾ എഴുതി കണ്ടിട്ടില്ല. അത് ഒരുപാട് വലയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ ചുരണ്ടിയിട്ട് ഇത് എവിടെയാണ്, അവർക്ക് സാറിന് അറിയാമല്ലോ, ഭാഷ അറിയാൻ വയ്യാത്ത ഒരു ഭാഗത്ത് ചെന്നാൽ അനുഭവിക്കുന്ന പ്രശ്നം. നമ്മൾ സാറ് പറഞ്ഞതു ഈ റെസ്പോൺസിബിൾ ടൂറിസത്തെക്കുറിച്ച് രണ്ടുപേരും സംസാരിച്ചു. അതെന്താണ് എന്ന് കുറച്ച് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അത് പൊതുവേ അറിയാൻ വേണ്ടിയുമാണ് അങ്ങനെ ഒരു ഭാഗം വരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതിന് അടുത്തുള്ള ചുറ്റുപാടുമുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിലോ ടോയ്ലറ്റ് സംവിധാനങ്ങൾ വളരെ മോശമാണ്. തേടി നടക്കുന്ന ഒരവസ്ഥയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. നമ്മൾ പുരുഷന്മാർ എവിടെയെങ്കിലും ഒരു മറവ് കണ്ടാൽ അവിടെ പോകും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആളുകൾ അനുഭവിക്കുന്ന ഒരെണ്ണമാണ്. അത് രണ്ടുപേരും അതിൻ്റെ ഒരു ഉൾക്കാഴ്ച ഉൾക്കൊണ്ടതിന് മറുപടി പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടും വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. കുറച്ച് ബഹുമാനായ സന്തോഷ്ജിയും കൂടി പറയും. ഒന്ന്, ഈ ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ചിലയിടങ്ങളിൽ ടോയ്ലറ്റ് ഇല്ല. 2, ടോയ്ലറ്റ് ഉള്ളിടത്ത് കയറി കഴിഞ്ഞാൽ അതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് ഓടി വരും. മെയിൻ്റെനൻസ് ഒരു പ്രശ്നമാണ്. അത് വളരെ സീരിയസ് ആയിട്ടാണ് ടൂറിസം വകുപ്പ് എടുത്തിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനം, അതായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ടോയ്ലറ്റ് സംവിധാനം ഒരുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ളൊരു പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. ചില ഡെസ്റ്റിനേഷനുകൾ അതിൽ തിരഞ്ഞെടുത്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 2, നിലവിലുള്ള ഡെസ്റ്റിനേഷനുകളിലെ ടോയ്ലറ്റിൻ്റെ മെയിൻ്റെനൻസ് ചിലയിടത്ത് DTPC ആണ്, ചിലയിടത്ത് DMC ആണ്, ചിലയിടത്ത് മറ്റ് പല സംവിധാനങ്ങളാണ്. ഫലപ്രദമല്ല. എല്ലായിടത്തും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഫലപ്രദമല്ല. അപ്പം അത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ 2025 അതിൻ്റെ കുറേ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത്, ദീർഘദൂര യാത്രക്കാർ. ഒന്ന്, നിങ്ങൾ പറഞ്ഞ സൈൻ ബോർഡ് ഉൾപ്പെടെ ഉള്ള പ്രശ്നം, കംഫർട്ട് സ്റ്റേഷനുകളില്ലാത്ത പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളുടെ ഒക്കെ ചില സ്ഥലങ്ങൾ റോഡിൻ്റെ അരികെ തന്നെയുണ്ട്. റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായി ഭാവിയിൽ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടതാകാം, ചിലപ്പോൾ
അങ്ങനെയുള്ള സാധ്യത ഇല്ലാത്തതാകാം. അത്തരം സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് പൊതുവെ നടത്തുന്നത്. കേരളത്തിൽ പ്രധാന റോഡുകളിൽ, പ്രധാന പാതകളിൽ കംഫർട്ട് സ്റ്റേഷനുകൾ ദീർഘദൂര യാത്രക്കാർക്ക് ഒരുക്കുക. ഇതാണ് ലക്ഷ്യം. കോവിഡിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ രൂക്ഷത കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളത് ഭയങ്കരമായിട്ട് അനുഭവിച്ചതാണ്. കാരണം അന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പെട്രോൾ ബങ്കോ മറ്റോ ആണ് ആശ്രയിക്കേണ്ടത്. സ്ത്രീകളും കുട്ടികളും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തത്, പുതിയ പുതിയ ഹൈവേകൾ വരുമ്പോൾ നമ്മൾ ഡിസൈനിൽ തന്നെ ഒരു നിശ്ചിത കിലോമീറ്റർ ഇടവിട്ട് ഈ സംവിധാനം ഒരുക്കുക. ഇതാണ് പ്രധാനമായി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കോസ്റ്റൽ ഹൈവേ വരാൻ വേണ്ടി പോകുന്നു. 600ഓളം കിലോമീറ്റർ ഉണ്ട്. കോസ്റ്റൽ ഹൈവേയുടെ ഡിസൈനിൽ തന്നെ 50 കിലോമീറ്റർ ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകളുണ്ട്. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും മറ്റ് ഫെസിലിറ്റിയും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സംവിധാനങ്ങൾ, ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാക്കി മാറ്റുക. പല വിദേശ രാജ്യങ്ങളിലുള്ള സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിസൈനിൽ തന്നെ 600ഓളം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 12 കംഫർട്ട് സ്റ്റേഷനുകളുണ്ട്. അത് 9 ജില്ലകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ജില്ലകളിലും ഒന്നിലധികമോ കംഫർട്ട് സ്റ്റേഷനുകളുണ്ട്. അതൊരു പ്രധാന പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ആ നിലയിൽ പരിഹരിക്കണം. എല്ലായിടത്തും ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന സംവിധാനം ഒരുക്കി DTPCയും DMCയും ഒക്കെ കുറച്ച് സ്ട്രിക്റ്റായി ഇത് നോക്കണം എന്നുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റ് വകുപ്പുകൾ കൂടി കണക്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. ആ നിലയിൽ ചെയ്യാം. രണ്ടാമത്തത്, ടൂറിസം വികസിക്കുന്നതിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തം എന്ത്? അത് തന്നെയാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൽ പ്രധാനം. എക്സ്പീരിയൻഷ്യൽ ടൂറിസം നമ്മുടെ ജീവിത അനുഭവങ്ങൾ, വ്യത്യസ്ത തൊഴിലിൻ്റെ സ്വഭാവം ഇവിടെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല. അത് നമുക്ക് വിദേശ സഞ്ചാരികൾക്ക് ഉൾപ്പെടെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നൊരു നില ഉണ്ടാവണം. 2, ലോകത്ത് ടൂറിസം കൊണ്ട് രക്ഷപ്പെട്ട രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടുത്തെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ അവിടുത്തെ ജനങ്ങളാണ്. നമുക്ക് എന്തുകൊണ്ട് കേരളത്തെ അങ്ങനെ മാറ്റി തീർത്തുകൂടാ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിപാലിക്കാൻ അവിടുത്തെ ജനങ്ങൾ തന്നെ തയ്യാറാവുക. പലയിടത്തും അതിന് തയ്യാറാവുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. വിദേശ സഞ്ചാരികളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികളോ അല്ലെങ്കിൽ ആ നാട്ടിലല്ലാതെ നമ്മുടെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന സഞ്ചാരികളോട് വളരെ മോശമായി പെരുമാറുന്ന ചില പ്രദേശങ്ങളുണ്ട്. അപ്പം അതൊക്കെ മാറ്റി തീർത്ത് ടൂറിസം വികസിച്ചാൽ ഈ നാടിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധിക്ക് കാരണമാണെന്നുള്ളൊരു ബോധ്യമുണ്ടാക്കി സ്വന്തം വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ അതിഥേയ മര്യാദയോടുകൂടി സ്വീകരിക്കുന്നത്, അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ആളുകളെ സ്വീകരിക്കാനും അവരെ ശ്രദ്ധിക്കാനും ഓരോ പൗരനും തയ്യാറാകുന്ന നിലയിലേക്ക് ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് വികസിപ്പിച്ചെടുക്കണം. ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി പുതിയ തലമുറയിൽ ആ അവബോധം സൃഷ്ടിക്കാൻ ഇപ്പോൾ ടൂറിസം ക്ലബ്ബുകൾ വളരെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 14 ജില്ലകളിലായി ഈ കഴിഞ്ഞ മാസം 1600ഓളം വരുന്ന ടൂറിസം ക്ലബ്ബുകൾ അംഗങ്ങളെ രജിസ്റ്റർ ചെയ്തു. ഞാൻ തന്നെ 2 ജില്ലകളിൽ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ്. പുതിയ തലമുറയാണ്. ഇനി അവർക്ക് നമുക്ക് വർക്ക് എന്ത് എന്നുള്ളത്, അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് ബോധ്യപ്പെടുത്തലാണ്. അവരതിന് തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫെസ്റ്റുകൾ നടക്കുന്നിടത്തൊക്കെ തന്നെ ടൂറിസം ക്ലബ് അംഗങ്ങൾ അതിൻ്റെ വോളണ്ടിയർ പ്രവർത്തനം, അതിൻ്റെ ഫെസ്റ്റ് കഴിഞ്ഞാലുള്ള മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തനം, അവിടുത്തെ ടോയ്ലറ്റ് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ശ്രദ്ധിക്കുന്ന പ്രവർത്തനം നടത്തുന്നു. ചിലയിടത്ത് ഒരു ക്യാമ്പസ്, ഒരു കോളേജ് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിശ്ചയിക്കുന്നു. ആ ഡെസ്റ്റിനേഷൻ്റെ പ്രവർത്തനം ആ കോളേജ് ഏറ്റെടുക്കുകയാണ്. അവിടെ വൃത്തിയാക്കാനും അതിനെ മാർക്കറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയയിലൊക്കെ മാർക്കറ്റ് ചെയ്യാനും. അതിനെ ഇപ്പോൾ ആക്കുളത്ത് അവിടെ നിങ്ങൾ പോയവർക്കറിയാം, ചെറിയ ചെറിയ ലൈറ്റ് ഉൾപ്പെടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ചിലവ് ചുരുങ്ങിയ നിലയിൽ അതിനെ മാറ്റി തീർത്തത് അവിടുത്തെ പ്രത്യേക ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള വിദ്യാർത്ഥികളാണ്, ടൂറിസം ക്ലബ്ബിലുള്ളവർ. ഇത്തരം പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ പുതിയൊരു തലമുറയെ നമുക്ക് ഇതിന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. 2025 10,000-ഓളം വരുന്ന ടൂറിസം ക്ലബ് അംഗങ്ങളുള്ള നിലയിലേക്ക് ആ സേനയെ മാറ്റാനാകുമെന്നാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ച റെസ്പോൺസിബിൾ ടൂറിസവും നാടിൻ്റെ ഭാവി ടൂറിസമാണെന്ന് കണ്ടുകൊണ്ട് ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാകാൻ തയ്യാറാകുന്ന
പുതുതലമുറയടങ്ങിയ ടൂറിസം ക്ലബ്ബും ഒക്കെ കൈകോർത്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ വിഷയത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി നന്ദി പറയാനുള്ളത് സന്തോഷ് സാറിൻ്റെയാണ്. 2000 വരെ സാറ് പറഞ്ഞ ഒരു വാക്കിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്, പൊട്ടക്കുളത്തിലെ തവള എന്ന്. ആ സഞ്ചാരം എന്ന പരിപാടി ഏഷ്യാനെറ്റിലൂടെ വന്നതോടുകൂടി ഈ കേരളത്തിലെ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളും കണ്ടു, പല സംസ്കാരങ്ങൾ പഠിച്ചു, പല ഭക്ഷണത്തിൻ്റെ രുചികൾ അറിഞ്ഞു. അപ്പോൾ 2000 തൊട്ട് ഞാൻ യാത്ര തുടങ്ങി, ഇപ്പം 32 രാജ്യങ്ങൾ സന്ദർശിച്ചു. എന്നാൽ തന്നെയും ലോകത്ത് കണ്ടിട്ടുള്ളതിലേറ്റ് ഏറ്റവും നല്ല സ്ഥലം ഏതെന്ന് കേട്ടാൽ എൻ്റെ നാട് തന്നെയാണ് കേരളം. അത് മറ്റുള്ള രാജ്യങ്ങളിലും പ്രത്യേകിച്ചും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കണ്ടിട്ട് വന്നിട്ട് വേണം കേരളത്തെ കുറ്റപ്പറാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുജറാത്തോ UP അങ്ങനെയുള്ള പല നാടുകളിലും ഞാൻ പോയിട്ടുള്ളതാണ്, എല്ലായിടവും പോയിട്ടുള്ളതാണ്. അത് കണക്ക് നോക്കുകയാണെങ്കിൽ കേരളം ഏറ്റവും ബെറ്ററാണ്. പക്ഷെ ഒരുപാട് മാറാനുണ്ട്. എനിക്ക് മിനിസ്റ്ററോട് പറയാനുള്ളത്, ഞാൻ കോവളത്തിനടുത്തുള്ള ആഴിമലയ്ക്ക് അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. സർ, കോവളത്ത് ഒന്ന് വൃത്തിഹീനമായ അന്തരീക്ഷം ഒന്ന് മാറ്റി നമ്മളെ നാടിനെ നല്ല രീതിയിലാക്കി വരുന്നവർക്ക് ഒരു അഭിമാന രീതിയിൽ കേരളത്തിലുള്ള ജനതയെ അവർ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കോവളം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കിഫ്ബിയുടെ സഹായത്താൽ ഒരു വലിയ പദ്ധതി കോവളത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാലതാമസമാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ ആ പദ്ധതി ഇപ്പോൾ 2025 ഏറെക്കുറെ മുന്നോട്ട് കൊണ്ടുപോകാനാകും. രണ്ടാമത്തെ, ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പരീക്ഷണങ്ങൾ നടത്തണം. പരീക്ഷണങ്ങൾ നടത്താതെ ടൂറിസത്തിന് മുന്നോട്ട് പോകാനാകില്ല. കേരളത്തിൻ്റെ ബീച്ചുകളുടെ സാധ്യത ഗോവയേക്കാൾ വലിയ സാധ്യതയാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള പലരും ഗോവയിൽ പോകുന്നുണ്ട്, നമ്മുടെ രാജ്യത്തുള്ള പലരും ഗോവയിൽ പോകുന്നുണ്ട്, വിദേശികൾ ഗോവയിൽ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗോവയേക്കാൾ മനോഹരമായ സാധ്യതകളുള്ള ബീച്ചുകൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുണ്ട്. അവിടെ നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിലൊന്ന്, അഡ്വഞ്ചർ സ്പോർട്സും വാട്ടർ സ്പോർട്സിനെയും വികസിപ്പിക്കണം ബീച്ചുകളിൽ. മറ്റു പല കാര്യങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകും. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ വരുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ ബീച്ചും ബീച്ചിൻ്റെ പരിസരവും മറ്റും നമ്മൾ ഒരു ഫെസിലിറ്റേറ്ററാക്കി ഒരുക്കി തീർക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വാട്ടർ സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ എടുത്ത് പരിശോധിച്ചാൽ അത് അനാവശ്യ വിവാദമുണ്ടാക്കി അവിടെ വരുന്ന ആളുകളിൽ ഒരു ഭയപ്പാട് സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലയാണ് പലപ്പോഴും ചിലർന്നേ ഞാൻ പറയുന്നുള്ളൂ, ചിലർ ശ്രമിക്കുന്നത്. അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു സാഹസികമായി അതിൻ്റെ ഒരു അനുഭവത്തിന് തയ്യാറാകുന്നവരാണ്. അപ്പോൾ അങ്ങനെ തയ്യാറായി വരുന്നവരിൽ ഒരു ഭയം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ടൂറിസത്തിന് ഒരിക്കലും ഗുണകരമല്ല. ഇപ്പോൾ ചില വാർത്തകൾ, അത് സോഷ്യൽ മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും പ്രിൻ്റഡ് മീഡിയ ആയാലും, ആ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഗുണമാണോ ദോഷമാണോ നമ്മൾ പരിശോധിക്കുന്നുണ്ടോ? പല വിദേശ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ടൂറിസം പ്രധാന സാധ്യതയായ വിദേശ രാജ്യങ്ങളിലും അത്തരം കാര്യങ്ങളിൽ നല്ല ഒരുമയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി, നാടിനോടുള്ള പ്രതിബദ്ധതയോടുകൂടി നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് അനാവശ്യ വിവാദങ്ങൾ നമ്മുടെ ടൂറിസം മേഖലയിൽ പ്രയാസം സൃഷ്ടിക്കുന്നു. ചില പ്രചരണങ്ങൾ നമുക്ക് ചെറിയ തിരിച്ചടി വരുന്നു. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചൂരൽമല ദുരന്തം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ് സൃഷ്ടിച്ചത്. എന്നാൽ നമ്മൾ പ്രചരിപ്പിച്ച് അത് വയനാട് ഡിസാസ്റ്ററായി. നമ്മൾ 2021 പ്ലാൻ ചെയ്താണ് വയനാടിനെ കൈപിടിച്ച് ഉയർത്തണം, വലിയ മുന്നേറ്റം ഉണ്ടായി. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാനപ്പെട്ട ഹാഷ്ടാഗായി വയനാട് ഡിസാസ്റ്റർ മാറി. ചൂരൽമല നമുക്കറിയാം വയനാട്ടിലെ ഒരു പ്രദേശമാണ്. വയനാടിൻ്റെ മറ്റിടങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രയാസവും. എന്നാൽ ഈ ഒരു പ്രചരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വയനാടിൽ റൂമും റിസോർട്ടും ഒക്കെ ബുക്ക് ചെയ്ത ആളുകൾ അത് ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അത്തരം പ്രചരണം നമുക്ക് ദോഷം ചെയ്തു. പിന്നീട് നമ്മളത് റിക്കവർ ചെയ്താണ്. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്ത് വയനാട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് വലിയ നിലയിൽ നമ്മൾ വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടാണ് അത് കവർ ചെയ്ത് പോയത്. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്.
ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സ്ഥലത്തെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ ബീച്ചിൽ വന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയി. DTPCകളുടെ കണക്കിൽ തന്നെ സാധാരണ ബീച്ചിൽ വരുന്നതിനേക്കാൾ അധികം ആളുകൾ വരുന്നു, ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാവുന്നു. അതിന് നിയമം പരിശോധിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസം വകുപ്പ് മാത്രമല്ല, അതിൽ വിവിധ വകുപ്പുകളുടെ നിയമം വെച്ച് പരിശോധിക്കണം. കറക്റ്റ്, അത് പരിശോധിക്കണം. എന്നാൽ അവിടെ ഈ തിരമാല അതിൻ്റെ കാലാവസ്ഥക്ക് പ്രതികൂലമായി വരുന്ന സമയത്ത് ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അഴിച്ചെടുക്കുന്ന രംഗം വീഡിയോയിൽ പകർത്തി അതാകെ നാട്ടിൽ പ്രചരിപ്പിച്ചു. അത് ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പ്രധാന വാർത്തയാക്കി. ഇത് ഗുണമാണോ ദോഷമാണോ? അവിടെ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കർശനമായി പരിശോധിക്കണം, അതിലൊരു തർക്കമില്ല. ഇനി അങ്ങനെ കർശനമായ പരിശോധന നടത്തിയാൽ എന്താവും സ്ഥിതി? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചിലയിടത്ത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് സംവിധാനം കൊണ്ടുവന്നു. വാഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടുകൂടി സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു. മഴക്കാലത്ത് നമ്മൾ ഒന്നും കൂടി സ്ട്രിക്റ്റായി പരിശോധിച്ചു. അവിടെ വന്ന സമയത്തിന് ഒരു ബാത്റൂം സൗകര്യം പോലും ഇല്ല. നമ്മൾ വളരെ കർക്കശമായി പറഞ്ഞു, ഇത്ര വലിയ ആൾ വരുന്നിടത്ത് ബാത്റൂം പണിതിട്ട് ഇത് മുന്നോട്ട് പോയാൽ മതി. ഇത് പരിശോധിക്കാൻ തീരുമാനിച്ചു. മറ്റു ചിലയിടത്തും പരിശോധിക്കാൻ തീരുമാനിച്ചു. സ്വകാര്യ വ്യക്തികൾ തുടങ്ങുന്നിടത്ത് അവർക്കതിൻ്റെ സംവിധാനങ്ങൾ. അപ്പോൾ പരിശോധിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഇത് അടച്ചിടേണ്ടി വരും. അപ്പോൾ എന്താ വരുന്നത്? അനന്തമായി അടച്ചിടുന്നു. അപ്പോൾ തുറന്നാലും പ്രശ്നം, തുറന്നാലും വിവാദം, അടച്ചാലും പ്രശ്നം, അടച്ചാലും വിവാദം. പരീക്ഷണം നടത്തിയാൽ വിവാദം. പക്ഷേ സർക്കാരിന് ഇതിൽ ഒരേ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. എന്ത് വിവാദം സൃഷ്ടിച്ചാലും സർക്കാർ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ തീരുമാനിച്ചത്, ഏത് വിവാദവും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തട്ടിമാറ്റി അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് സർക്കാർ തുടരും. അതാണ് ഇവിടെ പറഞ്ഞ ഡൽഹി പോകാനാണ് ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകണം. ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. അത് പൊതുവേ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടൊരു ട്രെൻഡ് തീരുമാനിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ 5-6% ആളുകളെ കമൻറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 90% പേരും സൈലൻ്റായി വീക്ഷിക്കുന്നവരാണ്. അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരല്ല. അപ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ട് പൊതുവികാരമെന്ന് കണക്കാക്കുന്ന രീതി മാറ്റണം. അനാവശ്യ വിവാദങ്ങളെ നമ്മളെല്ലാവരും എതിർക്കണം. പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പുതിയ പുതിയ ഇടപെടലുകളെ 2 കൈ നീട്ടി സ്വീകരിക്കണം. അങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ ടൂറിസത്തിന് വലിയ കുതിപ്പുണ്ടാവും. അതിൻ്റെ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ ബീച്ചിലുണ്ട്, കേരളത്തിൻ്റെ മലയോര മേഖലയിൽ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനുമുണ്ട്, കേരളത്തിൻ്റെ ഇടനാടുകളിലുണ്ട്. വേറെ എവിടെയും കാണാത്തൊരു പ്രത്യേകത, അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളെ എക്സ്പ്ലോർ ചെയ്താൽ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഭാഗമായി കുറേ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനും വന്നാൽ ഒരു സർക്യൂട്ടാക്കി മാറ്റാം. അതിനാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി കൊണ്ടുവന്നത്. ഇന്നലെ ഇപ്പോൾ അങ്കമാലിയായിരുന്നു അതിൻ്റെ ഒന്ന് ഉദ്ഘാടനം. അതിൽ ഒരു 60% ടൂറിസം വകുപ്പ് ഫണ്ടിങ്, ബാക്കി തദ്ദേശ വകുപ്പ് MLA ഫണ്ടൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ 10-40ഓളം പദ്ധതിയായി. ഇനിയും നമുക്കൊരു 100ഓളം പദ്ധതിയാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനെ എക്സ്പ്ലോർ ചെയ്യാനും പരീക്ഷണങ്ങൾ നടത്താനും ജനങ്ങളെ ആകെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാനും സാധിച്ചാൽ ഒരു വലിയ അത്ഭുതം നമുക്ക് സൃഷ്ടിക്കാനാകും. ലോകമാകെ പറയും കേരളമെന്ന ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ലക്ഷ്മി പാർവതി. ഞാൻ GVHS കൽറ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടാണ്. ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകാറുണ്ട് എല്ലാ വർഷവും. പക്ഷേ മിക്ക കുട്ടികളും, അതായത് ഒരു 90% കുട്ടികൾക്കും അതിനകത്ത് വരാൻ കഴിയാറില്ല. അതിൻ്റെ അകത്ത് തന്നെ ഒരു 50% കുട്ടികളും വരാത്തത് അവരുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ടാണ്. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അതായത് എല്ലാവർക്കും കൊണ്ട് ഒരു ഫണ്ട് സർക്കാരിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും റീജിയണലായിട്ടുള്ള സ്പോൺസർഷിപ്പ്, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് എന്തെങ്കിലും പദ്ധതി ചെയ്യാൻ പറ്റുമോ ആ കുട്ടികളെയും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്? നല്ല ഒരു ചോദ്യമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇതിനു മുമ്പ് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്തതാണ്. നമുക്കതെങ്ങനെ അത് പരിഹരിക്കാമെന്നുള്ളത് പരിശോധിക്കാം. ടൂറിസം ക്ലബ്ബുകൾ ഇപ്പോൾ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ യാത്രകൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ, കാസർഗോഡുള്ളവർ ഫോർട്ട് കൊച്ചിയിലേക്കോ, അതല്ലെങ്കിൽ കോഴിക്കോടുള്ളവർ
മൂന്നാറിലേക്കോ അതല്ലെങ്കിൽ കൊല്ലത്തുള്ളവർ മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും ബേക്കലിലേക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കോ പോകുന്ന യാത്രകൾ. ഇപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ അങ്ങനെ യാത്ര പോകുമ്പോൾ അവർ പോകുന്ന ഇടത്തെ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുന്ന നിലയിലും പോകുന്ന ഇടത്തെ മാർക്കറ്റ് ചെയ്യുന്ന, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റും മാർക്കറ്റ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാക്കാനും സാധിക്കുന്ന നിലയിലേക്കുള്ളൊരു പദ്ധതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനം 2025 വർഷത്തിൽ തന്നെ കൈക്കൊള്ളും എന്നുള്ളത് അറിയിക്കുന്നു. കാലം മുന്നോട്ട് പോകുന്നത് നേരത്തെ കണ്ടുകൊണ്ട് അതിൽ ഇടപെടുന്നതിന് തുല്യമായ ഒരു ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് വളരെ കാലം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ തയ്യാറായാൽ, എന്താ പേര് പറഞ്ഞ്, ലക്ഷ്മി പാർവതിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സന്തോഷ് സാറ് ഈ ലോകം ചുറ്റി സഞ്ചരിച്ച ആളാണ്. റിയാസ് കാ അതേപോലെ അത്ര ലോകം ചുറ്റിയിട്ടില്ലെങ്കിലും ആ ലോകത്തിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഒരു ടൂറിസം മിനിസ്റ്റർ കേരളത്തിൽ ഉണ്ടായത്, ആരെയും ഞാൻ കുറ്റം പറയല്ല, പക്ഷേ നമുക്കൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് സഖാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ പരിപാടിയും ഓക്കെയാണ്, പക്ഷേ ഒരു ചെറിയൊരു നിർദ്ദേശം കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ, അതായത് ഈ യൂസ് ആൻഡ് ത്രോ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് ഉള്ളൊരു ഒരു നിർദ്ദേശം, അത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ആദ്യം നമ്മൾ ടീച്ചർമാരെ പഠിപ്പിക്കണം. ഒരു ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടിട്ടാണ് നമ്മളെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൂടി നമ്മൾ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ആയിട്ട് ചേർന്ന് നമ്മുടെ ഒരു സംസ്കാരത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് നമ്മൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്ന സ്വഭാവമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കുള്ളത്. അതുകൂടി ഒന്ന് പരിഹരിച്ചുകൊണ്ട് പോവണം. താങ്ക് യു. മാലിന്യ പ്രശ്നം ഒരു പ്രധാന പ്രശ്നമാണ്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ. അപ്പോൾ അത് പറഞ്ഞതുപോലെ ചെറുപ്പത്തിലേ അത് ട്രെയിൻ ചെയ്തെടുക്കണം. അത് വളരെ ശരിയാണ്. അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു, ജനങ്ങളാകെ സഹകരിക്കുന്നുണ്ട്. അത് എല്ലാ വകുപ്പ് കൂടി ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആലോചിച്ച് തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഈ സർക്കാർ വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പരസ്യമായി ഒരു സംസാരം നടത്തിയത് പുറത്തു വന്നിരുന്നു. അത് ഇപ്പോൾ 4 വർഷമാവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അന്ന് മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ എന്തൊക്കെ നടന്നില്ല എന്ന് സമൂഹത്തോട് പറയുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഒരു പരിപാടി ഈ ഫെബ്രുവരി മാസം ഞങ്ങൾ നടത്താനും ഉദ്ദേശിക്കുന്നു എന്ന വിവരവും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഈ വൈകുന്നേരം ഇത്രയും സമയം നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞതിൽ ഞാനും നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും വരും വർഷങ്ങളിൽ ഇതേ വേദിയിൽ കൂടുതൽ പുതിയ ആശയങ്ങളും വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉള്ളവരാണ്, അത് കേൾക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ വായിക്കാൻ എല്ലാ നിലയിലും ശ്രമിക്കാറുണ്ട്, പലതും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. അപ്പോൾ തുടർന്നും ആ പിന്തുണയും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നിർബന്ധമായും നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.